പത്മരാജന്റെ പെരുവഴിയമ്പലം എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിലേക്ക് കടന്നു വന്ന അശോകന് ഒരു കാലഘട്ടത്തിന്റെ പ്രതിഭാധരരായ ഒരുപിടി സംവിധായകരോടൊപ്പം പ്രവർത്തിക്കാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. പത്മരാജൻ മോഹൻലാൽ ചിത്രമായ സീസൺ ഷൂട്ടിംഗ് കഴിഞ്ഞതും അശോകൻ നേരെ പോകുന്നത് ഷാർജയിലേക്കാണ്. ആദ്യത്തെ ദിവസം പുറത്തെല്ലാം കറങ്ങി രാത്രി ഹോട്ടലിലെ റൂമിൽ തിരിച്ചെത്തിയതും 2 തടിയന്മാരായ അറബി പോലീസുകാർ വന്ന് അശോകനെ അറസ്റ്റ് ചെയ്തു. ദുബായ് പോലീസിന് അറിയേണ്ടത് അശോകൻ ഡ്രഗ്സ് എവിടെയാണ് ഒളിപ്പിച്ചത് എന്നായിരുന്നു. ഭയന്നുപോയ അശോകൻ താൻ സിഗരറ്റ് പോലും വലിക്കില്ലെന്ന് പറഞ്ഞിട്ടും അറബി പോലീസ് വിശ്വസിച്ചില്ല. അവർ മുറി മുഴുവൻ അരിച്ചു പെറുക്കി കൂടുതൽ ചോദ്യം ചെയ്യലിനായി ജയിലിലേക്ക് കൊണ്ടുപോയി. താൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ലെന്ന് അശോകൻ നിലവിളിച്ച് കരഞ്ഞിട്ടും പോലീസ് ചെവിക്കൊണ്ടില്ല. വിവരമറിഞ്ഞ അശോകന്റെ സ്പോൺസർ എത്തി നിരപരാധിത്വം തെളിയിക്കാൻ ശ്രമിച്ചെങ്കിലും അറബി പോലീസിന്റെ കൈവശം അശോകൻ മയക്കുമരുന്ന് കുത്തിവെക്കുന്ന സ്റ്റിൽസ് ഉണ്ടായിരുന്നു. പ്രണാമം എന്ന ചിത്രത്തിലേതായിരുന്നു ആ സ്റ്റിൽസ്. അശോകനോട് ദേഷ്യമുള്ള ആരോ അശോകൻ ഷാർജയിലെത്തിയപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡ്രഗ് ലീഡർ ഷാർജയിൽ ലാൻഡ് ചെയ്തെന്നും പറഞ്ഞ് തെളിവായി പ്രണാമം ചിത്രത്തിലെ ഫോട്ടോയും വെച്ചായിരുന്നു അശോകന് പണി കൊടുത്തത്. പക്ഷേ ഭാഗ്യത്തിന് പിറ്റേന്നിറങ്ങിയ ഗൾഫ് ദിനപത്രമായ ഗലീജ് ടൈംസിൽ അശോകന്റെ ഒരു ചെറിയ ഫോട്ടോ വന്നിരുന്നു. അടൂർ ഗോപാലകൃഷ്ണന്റെ അനന്തരം എന്ന ചിത്രത്തിന് വിദേശ ഫിലിം ഫെസ്റ്റിവലിൽ അവാർഡ് കിട്ടിയ വാർത്തയായിരുന്നു അത്. അശോകൻ നിരപരാധിയാണെന്ന് മനസ്സിലാക്കിയ ദുബായ് പോലീസ് അശോകനോട് മാപ്പ് പറഞ്ഞ് അശോകനൊപ്പം ഒരുമിച്ചിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചായിരുന്നു അശോകനെ യാത്രയാക്കിയത്. You're watching me and you're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.